കൊച്ചി രൂപത നിയുക്ത മെത്രാൻ മോൺസിഞ്ഞൂർ ആന്റണി കാടിപ്പറമ്പിൽ പിതാവിന്റെ മെത്രാഭിഷേക കർമ്മത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരുക്കങ്ങൾ കാണുവാൻ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെത്തി. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരുപാട് വലിയ സന്തോഷത്തിന്റെയും ആത്മീയ അഭിമാനത്തിന്റെയും നിമിഷത്തിലേക്കാണ്. കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായി നിയുക്തനായ മോൺസിഞ്ഞൂർ ആന്റണി കാടിപ്പറമ്പിൽ പിതാവിന്റെ മെത്രാഭിഷേക മഹാകർമ്മം നാളെ നടക്കാനിരിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങിന് മുന്നോടിയായി ഒരുക്കങ്ങൾ എങ്ങനെയാണ് നടന്നു വരുന്നത് എന്ന് കാണുവാനും അതിന്റെ സൗന്ദര്യം അനുഭവിക്കുവാനും ഞങ്ങൾ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എന്ത് അത്ഭുതകരമായ ഒരുക്കങ്ങളാണ്! വിപുലമായ ഗ്രൗണ്ടിൽ മനോഹരമായ സ്റ്റേജ്, ആയിരക്കണക്കിന് വിശ്വാസികളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഇരിപ്പിടങ്ങൾ, ചുറ്റുമുള്ള പ്രകാശ അലങ്കാരങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ഉത്സവാന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ നാളെ ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തും. അതിനായി വഴികാട്ടി ബോർഡുകളും വെള്ളം, ഇരിപ്പിട സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം, പാർക്കിംഗ് എന്നിവ ഒക്കെയും വളരെ നന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഒരു സാധാരണ ചടങ്ങല്ല ഇത്. ഇത് കൊച്ചി രൂപതയിലെ ആത്മീയ ചരിത്രത്തിലെ ഒരു വലിയ നാൾ തന്നെയാണ്. സ്റ്റേജ് വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. ആശീർവാദ ചടങ്ങുകൾ, വിശുദ്ധ കുർബാന, മെത്രാഭിഷേകത്തിന്റെ എല്ലാ ആത്മീയ ഘട്ടങ്ങളും ഭക്തിപൂർവ്വം നടത്തുവാൻ വേണ്ട സാഹചര്യം അതെല്ലാം വളരെ ഭംഗിയായി ഇവിടെ തീർത്തിരിക്കുന്നു. സ്റ്റേജിന് പിന്നിലായി മനോഹരകരമായ ഒരു ക്രൂശിത ചിഹ്നം, അലങ്കാര പ്രകാശം, പൂക്കൾ കൊണ്ടുള്ള ഡിസൈൻ എല്ലാം വളരെ സമാധാനം ഉണർത്തുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. ഓരോ ഒരുക്കത്തിലും ഒരുതരം ഭക്തിയും കരുതലും കാണുവാൻ സാധിച്ചു. പ്രവർത്തകർ, സംഘാടകർ, മാതാപിതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഒരു മനോഹരമായ ദൃശ്യം ഇവിടെ കാണാമായിരുന്നു. കൊച്ചി രൂപതയിലെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ആവേശം നിലനിൽക്കുന്നുണ്ട്. പുതിയ മെത്രാൻ വരുന്നു എന്നത് ഒരു സാധാരണ വാർത്തയല്ല. അത് ഒരു കുടുംബത്തിന് പുതിയ തലവൻ വരുന്നത് പോലെയാണ്. മോൺസിഞ്ഞൂർ ആന്റണി കാടിപ്പറമ്പിൽ പിതാവിന്റെ ആത്മീയ ജീവിതവും ലാളിത്യവും ജനങ്ങൾ ഏറെ സ്നേഹിക്കുന്നതായി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അവരുടെ വരവോടെ രൂപതയുടെ ആത്മീയ വളർച്ചയും പുതിയ ദൗത്യങ്ങളും വിശ്വാസികളുടെ ഐക്യവും ഉറപ്പായും കൂടുതൽ ശക്തമാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നാളെ നടക്കുന്ന മെത്രാഭിഷേകം ഒരു ചടങ്ങ് മാത്രമല്ല, അത് ക്രൈസ്തവ സഭയിലെ ഏറ്റവും വിശുദ്ധവും ഏറ്റവും ഗൗരവമുള്ള ചടങ്ങുകളിൽ ഒന്നാണ്. പുതിയ മെത്രാനെ കൈകളടിച്ചും പ്രാർത്ഥനയോടും വിശുദ്ധ കുർബാനയോടും അഭിഷേകം ചെയ്യുന്ന നാൾ അടുത്തിരിക്കുന്നു. അവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു ആത്മീയ അനുഭവമായിരിക്കും. കൊച്ചി രൂപത ഒരു ചരിത്രത്തെ മറികടക്കുന്ന ദിനത്തിന് തയ്യാറാവുകയാണ്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ അത്ഭുതകരമായ ഒരുക്കങ്ങളും ബിഷപ്പ് ഹൗസിലെ ആത്മീയ അന്തരീക്ഷവും വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും ഇതെല്ലാം നാളെ നടക്കുന്ന മെത്രാഭിഷേകത്തെ ഒരു സ്മരണീയ ദിനമാക്കും. ഞങ്ങൾ കണ്ട ഓരോ നിമിഷവും മനസ്സിൽ ഒരു വലിയ സന്തോഷവും ആത്മീയ ശാന്തിയും നൽകി. നിങ്ങളും ഈ വിശുദ്ധ സംഭവത്തിൽ പങ്കുചേരാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ജിജെ ട്രാൻസ് ആൻഡ് വൈബ്സിന്റെ ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മെത്രാഭിഷേക കർമ്മത്തിന്റെ വിശേഷങ്ങളുമായി നാളെ കാണാം. ലവ് യു ഓൾ. ഗുഡ് ബൈ.